പത്തനംതിട്ട ശബരിമല പ്രദേശങ്ങളിൽ വരുന്നത് പ്രമാണിച്ച് വി സുരക്ഷ എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി ഞങ്ങൾ തുടങ്ങി. തീർത്ഥാടകർ ഇങ്ങനെ തിക്കും തിരക്കുമായിട്ട് വരുമ്പോൾ അവരുടെ കൂട്ടത്തിൽ വരുന്ന കുട്ടികൾ ഒറ്റപ്പെട്ടു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്തവണ ഒരു പ്രീ രജിസ്ട്രേഷനോട് കൂടി ഒരു ടാഗ് നിങ്ങൾക്ക് കൈപ്പറ്റാം. 5G ഏരിയയിലല്ല, അല്ലെങ്കിൽ ഒരു 5G ഹാൻഡ്സെറ്റ് ഇല്ലാത്തവർക്കും ഈ അൺലിമിറ്റഡ് ഡേറ്റയുടെ ഒരു ഫെസിലിറ്റി അനുഭവിക്കുന്നതിന് വേണ്ടി ഞങ്ങളൊരു നോൺ സ്റ്റോപ്പ് ഹീറോ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് തുടങ്ങിയിട്ടുണ്ട്. പാക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ നമ്മുടെ വീട്ടിലിരുന്ന് യാത്ര തുടങ്ങുന്നതിന് മുൻപ് എപ്പോൾ വേണേ ചെയ്യാം. നമ്മൾ ഏത് രാജ്യത്ത് പോകണമെന്ന് പറഞ്ഞാൽ ആ രാജ്യത്തുള്ള പാക്സ് വരും. ഇഷ്ടമുള്ള പാക്ക് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ആ പാക്ക് നമുക്ക് ആക്റ്റീവ് ആയിരിക്കും. ഇപ്പോൾ പുതിയതായിട്ട് നമ്മൾ കൊണ്ടുവന്നൊരു നിയോ ഫോറക്സ് കാർഡ് എന്ന് പറഞ്ഞൊരു കാർഡ് കൊണ്ടുവന്നു. ആ കാർഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ടിപ്പിക്കൽ ഫോറക്സ് കാർഡ് പോലെ ഈ ട്രാൻസാക്ഷൻ ചാർജസ് ഓർ മാർക്കപ്പ് ഫീസ് ഇല്ലാതെ വിദേശങ്ങളിൽ ട്രാൻസാക്ട് ചെയ്യാനായിട്ട് നിയോ കാർഡ് കൊണ്ട് സാധിക്കും. AI ചെയ്യുന്ന സേവനമല്ല 5G ചെയ്യുന്നത്, പക്ഷേ AIയുടെ റീച്ച് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാനായിട്ട് ഒരു 5G നെറ്റ്വർക്ക് ഉണ്ടാവുന്നത് വളരെ നല്ലത്. VI എന്നറിയപ്പെടുന്ന വോഡഫോൺ കേരളത്തിലൊട്ടാകെ 5G സേവനങ്ങൾ അവതരിപ്പിക്കുകയാണ്. എന്താണ് ഈ 5G സേവനങ്ങളുടെ പ്രത്യേകത? കേരളത്തിൽ കമ്മ്യൂണിക്കേഷൻ രംഗത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് VI കൊണ്ടുവരാൻ പോകുന്നത്? ഇതേക്കുറിച്ചൊക്കെ നമ്മോട് സംസാരിക്കുന്നത് VI കേരള സർക്കിളിൻ്റെ ബിസിനസ് മേധാവി ജോർജ് മാത്യു V ആണ്. നമസ്കാരം സർ. നമസ്കാരം സർ. ടെക്നോളജി രംഗത്ത് ഒരുപാട് മാറ്റങ്ങളാണ്, പ്രത്യേകിച്ചും കമ്മ്യൂണിക്കേഷൻ രംഗത്ത് ഒരുപാട് മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഇന്ന് VI 5G കേരളം ഒട്ടാകെ അവതരിപ്പിക്കുകയാണ്. എന്തൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ രംഗത്ത് ഇത് കൊണ്ടുവരുന്ന മാറ്റങ്ങൾ? പ്രത്യേകിച്ച് നമ്മൾ ഹെൽത്ത് കെയർ, ടൂറിസം, എഡ്യൂക്കേഷൻ തുടങ്ങിയ രംഗങ്ങളിലൊക്കെ ഒരുപാട് മുന്നിലുണ്ട്. നമുക്ക് ഈ സേവനം എങ്ങനെ ഉപയോഗപ്പെടുത്താം? ആദ്യമായിട്ട് ഞങ്ങൾ V ആണ്. ദ ബ്രാൻഡ് ഇസ് V ആൻഡ് വോഡഫോൺ ഐഡിയ ലിമിറ്റഡ്. സോ താങ്കൾ പറഞ്ഞ വളരെ ശരിയാണ്. ടെക്നോളജി എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഏത് രംഗത്തും മുന്നേറാൻ ടെക്നോളജി വളരെ അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ അതിലൊരു ഭാഗവാക്കാകാൻ സാധിച്ചതിൽ V എന്ന് പറയുന്ന ബ്രാൻഡിന് വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ നമ്മൾ ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് Vയുടെ 5G സേവനങ്ങൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇപ്പോൾ അവൈലബിളായി എന്നുള്ളൊരു സംഗതിയാണ് നമ്മൾ ഇന്നിപ്പം പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കറിയാം, ടെക്നോളജി എന്ന് പറയുന്നത് പല രീതിയിലാണ് മനുഷ്യൻ്റെ ദൈനംദിന ജീവിതത്തിൽ ഉപകാരപ്പെടുന്നത്. സാധാരണ ഒരു മൊബൈൽ കോൾ വിളിക്കുന്നതിനോ ഒരു ഡേറ്റ ആക്സസ് ചെയ്യുന്നതിനോ മുതൽ ഏതൊരു രീതിയിലും കമ്മ്യൂണിക്കേഷൻ ആവശ്യം വരേണ്ടടുത്ത് ഒരു മൊബൈൽ നെറ്റ്വർക്ക് എപ്പോഴും അത്യന്താപേക്ഷിതമാണ്. ഓരോ ടെക്നോളജി ഇവോൾവ് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ ഡേറ്റ ക്യാരിയിങ് കപ്പാസിറ്റിയും അതിൻ്റെ സ്പീഡും സേവനങ്ങളുടെ വർദ്ധിക്കുന്ന അനുസരിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇതിനുവേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ 5G സേവനങ്ങൾ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം വളരെ വേഗത്തിൽ കൂടുതൽ ഡേറ്റ ആക്സസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. താങ്കൾ ചോദിച്ച പോലെ ടൂറിസത്തിൻ്റെ കാര്യത്തിലോ ഹെൽത്ത് ഇന്നതിൻ്റെ കാര്യത്തിലോ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ റിമോട്ട് സർജറീസ് മുതലായ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഡേറ്റ കപ്പാസിറ്റി വളരെ കൂടുതലായിട്ട് വേണം ടു സെൻഡ് ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ അറ്റ് വൺ. അങ്ങനെ ഒരു ഡേറ്റ റെവല്യൂഷനിൽ കൂടെ നമ്മുടെ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ വി ഈസ് വെരി ഹാപ്പി ടു ബി പാർട്ട് ഓഫ്, ആൻഡ് ദാറ്റ് ഈസ് വൈ വി ആർ ഹാപ്പി ടു ലോഞ്ച് ദിസ് 5G സർവീസസ് അക്രോസ് കേരള. കേരളത്തിൽ എന്തൊക്കെയായിരിക്കും മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം ഈ VI വരുന്നതിന് ശേഷം, VI 5G വരുന്നതിന് ശേഷം? 5G എന്ന് പറയുന്നത് ഒരു ഓൾറെഡി എസ്റ്റാബ്ലിഷ് ടെക്നോളജിയാണ്. നമ്മുടെ ഉപഭോക്താക്കൾക്ക് ആ ടെക്നോളജിക്കുള്ള ആക്സസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ 5G സേവനങ്ങൾ. കൂടാതെ തന്നെ കേരളത്തിൻ്റെ നമ്പർ 1 മൊബൈൽ ഓപ്പറേറ്ററാണ് V. അപ്പോൾ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് നമ്മളിലേക്ക് വരികയും അവർ നമ്മുടെ ഈ 5G സേവനങ്ങൾ ഉപയോഗിക്കും എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അപ്പോൾ അവരുടെ ദൈനംദിന ജീവിതത്തിൽ എവിടെയൊക്കെ അവർ മൊബൈലും ഡേറ്റയും ഉപയോഗിക്കുന്നുണ്ടോ അവിടെയൊക്കെ ഒരു എൻഹാൻസ്ഡ് എക്സ്പീരിയൻസിന് ഇതുകൊണ്ട് സാധിക്കും. അതാണ് 5Gയുടെ പ്രത്യേകത. ഇത് ചിലവ് കൂടുതലുള്ള ഒരു കസ്റ്റമേഴ്സിന് എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു കോസ്റ്റ് ഇഫക്റ്റീവ് ആയിരിക്കുമോ? ഇല്ല, ഇന്നത്തെ കാലത്ത് ഇന്ത്യയിലെ മൊബൈൽ റേറ്റ്സ് തന്നെ ഒരുവിധം മറ്റ് രാജ്യങ്ങളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്താൽ ഒരു വളരെ റീസണബിൾ ഓർ ലോവർ ലെവലിലാണ് നമ്മൾ ഇന്ത്യയിലെ മൊബൈൽ റേറ്റ്സ് ഉള്ളത്. അപ്പോൾ ഈ 5Gക്ക് നമ്മൾ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഡെയിലി ഡേറ്റ പാക്സിൽ 299 രൂപ മുതലുള്ള റീചാർജസിന് ഫ്രീ 5G സേവനം നമുക്ക് ലഭിക്കും. അതുകൂടാതെ തന്നെ ഇപ്പോൾ പല ആളുകൾക്കും 5G ഏരിയയിലല്ല, അല്ലെങ്കിൽ ഒരു 5G ഹാൻഡ്സെറ്റ് ഇല്ലാത്തവർക്കും ഈ അൺലിമിറ്റഡ് ഡേറ്റയുടെ ഒരു ഫെസിലിറ്റി അനുഭവിക്കുന്നതിന് വേണ്ടി ഞങ്ങളൊരു നോൺ സ്റ്റോപ്പ് ഹീറോ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് തുടങ്ങിയിട്ടുണ്ട്.
വെറും 398 രൂപയ്ക്ക് 28 ദിവസം വാലിഡിറ്റി ഉള്ള പ്രോഡക്റ്റാണ്. അൺലിമിറ്റഡ് വോയിസ് ആൻഡ് അൺലിമിറ്റഡ് ഡേറ്റ കസ്റ്റമറിന് ഉപയോഗിക്കാനായിട്ട് ഇതുകൊണ്ട് സാധിക്കും. ഇതിന് സ്മാർട്ട് ഫോൺ ആവശ്യമല്ലേ, അതോ ഫീച്ചർ ഫോൺ മതിയാവോ? ഫീച്ചർ ഫോൺ, സ്മാർട്ട് ഫോൺ എന്നുള്ളതല്ല, നമ്മുടെ ഹാൻഡ്സെറ്റ് ഏത് ടെക്നോളജി അഡാപ്റ്റ് ചെയ്യാൻ കേപ്പബിൾ ആണെന്നുള്ളതാണ്. സാധാരണ ഫീച്ചർ ഫോൺസൊക്കെ മോസ്റ്റ്ലി 2G ടെക്നോളജി ഡ്രിവൺ ആണ്. 2G ടെക്നോളജിയിലുള്ള സാധനം 5G ടെക്നോളജിയിലുള്ള ബെനിഫിറ്റ് യൂസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ 5G സ്മാർട്ട് ഫോൺ വേണം എന്ന് തന്നെ പ്രാക്ടിക്കലി പറയാം. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ 4G 5G ടെക്നോളജി കംസ് ഓൺ സ്മാർട്ട് ഫോൺ. അത്യന്താപേക്ഷിതമാണ്. വിയുടെ കേരളത്തിലെ നിലവിലെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ്? ശബരിമലയിലൊക്കെ ഈ തവണ മണ്ഡലകാലത്തൊക്കെ വി ഒരുപാട് ഇടപെട്ടിരുന്നു. അതേക്കുറിച്ച് എന്തൊക്കെയാണ്? ഓക്കെ, അപ്പം ശബരിമലയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ 2 രീതിയിലാണ് നമ്മളതിനെ കാണേണ്ടത്. ഒന്ന്, ധാരാളം ആളുകൾ ഒറ്റക്കെട്ടായിട്ട് അല്ലെങ്കിൽ ഒന്നിച്ച് ഈ പത്തനംതിട്ട ശബരിമല പ്രദേശങ്ങളിൽ വരുന്നത് പ്രമാണിച്ച് ഞങ്ങളുടെ അവിടുത്തെ നെറ്റ്വർക്ക് കപ്പാസിറ്റി വളരെ മുൻപേ തന്നെ എൻഹാൻസ് ചെയ്തു. അതായത് വരുന്ന ഒരു തീർത്ഥാടകനും ഒരു രീതിയിലും ഡേറ്റ ഉപയോഗത്തിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള നിലയ്ക്ക് ആദ്യം ഞങ്ങളുടെ നെറ്റ്വർക്ക് ഞങ്ങൾ എൻഹാൻസ് ചെയ്തു. അതുകൂടാതെ ഞങ്ങളുടെ സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായിട്ട് വി സുരക്ഷ എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി ഞങ്ങൾ തുടങ്ങി. വി സുരക്ഷ എന്ന് പറഞ്ഞാൽ ഈ തീർത്ഥാടകർ ഇങ്ങനെ തിക്കും തിരക്കുമായിട്ട് വരുമ്പോൾ അവരുടെ കൂട്ടത്തിൽ വരുന്ന കുട്ടികൾ ഒറ്റപ്പെട്ടു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്തവണ ഒരു പ്രീ രജിസ്ട്രേഷനോട് കൂടി, അതായത് നിങ്ങൾ ശബരിമലയ്ക്ക് വരാൻ തീരുമാനിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് ഒരു ടാഗ് നിങ്ങൾക്ക് കൈപ്പറ്റാം. എവിടെ? ശബരിമലയിൽ എത്തിക്കഴിയുമ്പോൾ രജിസ്റ്റർ ചെയ്തവർക്ക് ആ ടാഗ് മേടിച്ച് കുട്ടിയുടെ കയ്യിൽ അവിടെ ഒരു കൗണ്ടർ നമ്മൾ വെച്ചിട്ടുണ്ട്. കൗണ്ടറിൽ ചെന്ന് പ്രീ രജിസ്റ്റേർഡ് ആണ്, നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ പറഞ്ഞാൽ അപ്പോൾ തന്നെ ടാഗ് നിങ്ങൾക്ക് കിട്ടും. അതിലൊരു QR കോഡുണ്ട്. അത് ഈ കുട്ടി കയ്യിൽ കെട്ടിയാൽ എവിടെയെങ്കിലും വെച്ച് കുട്ടി ഒറ്റപ്പെട്ടു പോയാൽ ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ പോലീസിനോ അല്ലെങ്കിൽ മറ്റുത്തരവാദിത്തപ്പെട്ടവർക്കോ ഈ കുട്ടിയുടെ കൂടെ വന്നവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കും. ഇമ്മീഡിയറ്റ്ലി അവരെ അറിയിക്കുകയും ഈ കുട്ടിയെ ഒന്നിപ്പിക്കുകയും ചെയ്യാം. ഇത് ശബരിമലയിൽ മാത്രമായി ഒതുക്കണ്ട, ശബരിമലയല്ല, എവിടെയും നമുക്ക് ഉപയോഗിക്കാവുന്ന ടെക്നോളജിയാണ്. ഇപ്പോൾ ശബരിമലയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വന്നു ചേരുന്ന ഒരു ഇവൻറ്റ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ശബരിമലയിൽ തന്നെയല്ല ഒരുപാട് കുട്ടി അയ്യപ്പന്മാർ വരുന്നൊരു സംഗതിയാണ് ശബരിമല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ ഇത് തുടങ്ങിയത്. അപ്പം ഈ ഫെസിലിറ്റി ഉപയോഗിച്ച് നമുക്ക് ഇത്തവണ 80,000 പേര് ഈ സേവനങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തു എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു അക്സെപ്റ്റൻസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു ഇത്? ഇല്ല, ഞങ്ങളിതിന് കഴിഞ്ഞ വർഷവും ഞങ്ങൾ വി സുരക്ഷ ചെയ്തിരുന്നു. പക്ഷേ ഈ പ്രീ രജിസ്ട്രേഷൻ ഫെസിലിറ്റി ഉണ്ടായിരുന്നില്ല. അപ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ അവിടെ വന്നിട്ട് അവർ ക്യൂ നിന്ന് രജിസ്റ്റർ ചെയ്തിട്ട് വേണം ടാഗ് കൈപ്പറ്റാൻ. ഇത്തവണ നമ്മളത് മുൻകൂട്ടി ചെയ്തുകൊണ്ട് ആളുകൾക്ക് വളരെ സൗകര്യമായിരുന്നു. രജിസ്ട്രേഷൻ വളരെയധികം നമുക്ക് തന്നെയല്ല, കേരളത്തിൻ്റെ പുറത്തു നിന്ന് ധാരാളം തീർത്ഥാടകർ വരുന്നു. അവർക്കും ഈ സേവനം ഉപയോഗിക്കാനായിട്ട് സാധിച്ചു. ഈ വി ആപ്പ് ഒരുപാട് സേവനങ്ങൾ നൽകുന്നുണ്ട്. പ്രത്യേകിച്ചും പോസ്റ്റ് പെയ്ഡ് കസ്റ്റമേഴ്സിന് ഒരുപാട് സേവനങ്ങൾ നൽകുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അവർ പുറത്ത് പോകുമ്പോൾ അവരുടെ ഒരു വിദേശ യാത്രയിലൊക്കെ വി കൂടെ ഉണ്ടാവും. അങ്ങനെ എന്തൊക്കെ സേവനങ്ങളാണ് ചെയ്യുന്നത്? ഓക്കെ, വി ആപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന വൺ സ്റ്റോപ്പ് ഷോപ്പ്. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഉള്ള ഒരു ആവശ്യങ്ങൾ നേടിയെടുക്കാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് വി ആപ്പ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ബില്ലുകൾ അടയ്ക്കണം, ഇലക്ട്രിസിറ്റി ബില്ല്, വാട്ടർ ബില്ല്, യൂട്ടിലിറ്റീസ് ബില്ല്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എൻ്റർടൈൻമെൻറ്റ് റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യണം. അതായത് പല OTT പ്ലാറ്റ്ഫോംസ് വേണം, അല്ലെങ്കിൽ TV ചാനൽസ് വേണം. അങ്ങനെയുള്ള നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങളുടെ ഷോപ്പിംഗ് ആവശ്യങ്ങൾ, നിങ്ങളുടെ വിദ്യാഭ്യാസപരമായ ആവശ്യങ്ങൾ, നിങ്ങളുടെ ഗെയിമിംഗ് താല്പര്യമുള്ളവർക്ക് ഗെയിമിംഗ്, ഇങ്ങനെ വി ആപ്പിലൂടെ ഒരുപാട് സേവനങ്ങൾ ഞങ്ങൾ ലഭ്യമാക്കുന്നുണ്ട്. ഇൻ്റർനാഷണൽ റോമിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ റോമിംഗ് ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഇൻ്റർനാഷണൽ റോമിംഗ് പ്ലാൻ എടുത്ത് പോകുന്ന ഒരാൾക്ക് ഒന്നാമത് നമുക്കിത് പാക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ നമ്മുടെ വീട്ടിലിരുന്ന് യാത്ര തുടങ്ങുന്നതിന് മുൻപ് എപ്പോൾ വേണേൽ ചെയ്യാം. ആ ആപ്പിൽ കയറി കഴിഞ്ഞാൽ ഒരു ഗൈഡഡ് ആപ്പാണ്. നമ്മൾ ഏത് രാജ്യത്ത് പോകണമെന്ന് പറഞ്ഞാൽ ആ രാജ്യത്തുള്ള പാക്സ് വരും. ഇഷ്ടമുള്ള പാക്ക് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ആ പാക്ക് നമുക്ക് ആക്റ്റീവായി കിട്ടും. ഇപ്പോൾ പുതിയതായിട്ട് നമ്മൾ കൊണ്ടുവന്നൊരു നിയോ ഫോറക്സ് കാർഡ് എന്ന് പറഞ്ഞൊരു കാർഡ് കൊണ്ടുവന്നു. ആ കാർഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ടിപ്പിക്കൽ ഫോറക്സ് കാർഡ് പോലെ ഈ ട്രാൻസാക്ഷൻ ചാർജസ് ഓർ മാർക്കപ്പ് ഫീസ് ഇല്ലാതെ വിദേശങ്ങളിൽ ട്രാൻസാക്ട് ചെയ്യാനായിട്ട് നിയോ കാർഡ് കൊണ്ട് സാധിക്കും. കൂടാതെ ലോഞ്ച് ആക്സസ് ഇത് ഫോറക്സ് കാർഡാണ്. ഫോറക്സ് കാർഡാണ്. അപ്പോൾ പോസ്റ്റ് പെയ്ഡ് കസ്റ്റമേഴ്സിന് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നൊരു, കാരണം റോമിംഗ് പാക്ക് എടുത്തിട്ട് റോം ചെയ്യുന്ന ഒരാൾക്ക് നാച്ചുറലി ഫോറക്സ് കാർഡിൻ്റെ ആവശ്യം വരും. അപ്പോൾ അതും ഇതിൽ കൂടെ തന്നെ കസ്റ്റമറിന് ലഭിക്കുവാണെങ്കിൽ പല സ്ഥലത്ത് പോയി ഈ കാര്യങ്ങളൊക്കെ സ്വരൂപിക്കേണ്ട ആവശ്യം കസ്റ്റമറിന് വരുന്നില്ല. ഒരു ലോഞ്ച് ആക്സസ് കോംപ്ലിമെൻ്ററി ആയിട്ടുണ്ട്, ഒരു ATM വിഡ്രോവൽ കോംപ്ലിമെൻ്ററി ആയിട്ടുണ്ട്, പ്ലസ് ഒരു ടിപ്പിക്കൽ ഫോറക്സ് കാർഡിൻ്റെ
ബെനിഫിറ്റ്സും അതിൽ കൂടെ കിട്ടും. ഇതെല്ലാം റോമിംഗ് ഫെസിലിറ്റിയുടെ ഭാഗമായിട്ട് കിട്ടുന്നത്. അതെ അതെ. അപ്പം ഇപ്പം ഞാൻ ഒരു വിദേശ യാത്രയ്ക്ക് പോകാൻ ഒരുങ്ങുകയാണ്. നിലവിൽ എനിക്കുള്ള എൻ്റെ സർവീസ് പ്രൊവൈഡറിന് വിദേശത്ത് അങ്ങനെ ഒരു സർവീസ് ഒന്നും ഇല്ല. അപ്പം ഞാൻ ഒരു VIയുടെ ഒരു പ്രീപെയ്ഡ് കാർഡ് എടുക്കുവാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സേവനങ്ങൾ ഇന്റർനാഷണൽ റോമിംഗ് ഫെസിലിറ്റി പ്രീപെയ്ഡിലും ഉണ്ട് പോസ്റ്റ് പെയ്ഡിലും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് സർവീസിലാണെങ്കിൽ ആ പാക്ക് നിങ്ങൾക്ക് റീചാർജ് ചെയ്തുകൊണ്ട് പോകാനായിട്ട് സാധിക്കും. തൽക്കാലം നിയോ ഫോറെക്സ് കാർഡ് ഇസ് കമ്മിങ് ഓൺലി ഫോർ പോസ്റ്റ് പെയ്ഡ് കസ്റ്റമർ. ഇറ്റ്സ് എ ജേർണി ദാറ്റ് ഈസ് ഇവോൾവിംഗ്, സോ വി ക്യാൻ വെയിറ്റ് ടു ഹിയർ മോർ അബൌട്ട്. ഒരുപാട് ആളുകൾ ലോഞ്ച് അക്സസിനൊക്കെ വേണ്ടിയിട്ട് കാർഡുകൾ ഉപയോഗപ്പെടുത്താറുണ്ട്. പ്രത്യേകിച്ചും ബാങ്ക്സുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർഡുകളെല്ലാം ആ സൗകര്യങ്ങൾ കുറച്ചുകൊണ്ട് വരികയാണ്. അപ്പം VI ഇത് അവതരിപ്പിക്കുന്ന വളരെ നല്ലൊരു തീരുമാനമാണ്. തീർച്ചയായിട്ടും അതൊരു ബെനിഫിറ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെയുള്ള സേവനങ്ങളിലേക്കും കൂടെ കസ്റ്റമറിന് കുറേ കൂടെ വാല്യൂ അഡീഷൻ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. പിന്നെ ഞാൻ നമ്മുടെ 5Gയുടെ ഒരു സേവനത്തെക്കുറിച്ച് ചോദിച്ചാൽ ഈ 5Gയും അതുപോലെ തന്നെ AIയും തമ്മിലുള്ള ഒരു കെമിസ്ട്രി എങ്ങനെയാണ്? ഇത് രണ്ടും ഫാസ്റ്റാണ്. അപ്പം AIയുടെ ഉപയോഗത്തിന് ഇപ്പം എന്താ പറയുക, നമ്മളുടെ ഹെൽത്ത് കെയർ ഒക്കെ പോലെയുള്ള മേഖലകളിൽ AI വല്ലാതെ കടന്നു വരുന്നുണ്ട്. അപ്പോൾ 5G കൂടെ വന്നാൽ അതൊരു ഇരട്ടി ഇമ്പാക്റ്റ് അല്ലേ? എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുക? തീർച്ചയായിട്ടും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഇന്ന് ഇവോൾവ് ചെയ്യുന്നൊരു സംഗതിയാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ എല്ലാം ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഏതെങ്കിലുമൊക്കെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. 5G എന്ന് പറഞ്ഞാൽ ഒരു മാസീവ് ഡേറ്റ ക്യാരിയിങ് പൈപ്പാണ്. അപ്പം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുന്ന എന്ത് ഇൻഫർമേഷനും ലാർജ് ക്വാണ്ടിറ്റിയിൽ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ടുള്ളൊരു മീഡിയമാണ് 5G കൊടുക്കുന്നത്. അപ്പം AI ചെയ്യുന്ന സേവനമല്ല 5G ചെയ്യുന്നത്, പക്ഷേ AIയുടെ റീച്ച് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാനായിട്ട് ഒരു 5G നെറ്റ്വർക്ക് ഉണ്ടാകുന്നത് വളരെ നല്ലത്. ബിക്കോസ് ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ ക്യാൻ ട്രാവൽ മച്ച് ഫാസ്റ്റർ ടു ദ എൻഡ് കൺസ്യൂമർ. ഈ റിപ്പോർട്ടർ TV പോലെയുള്ള കമ്പനികളുടെ വളരെയധികം ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യേണ്ട ഒരു ഫീൽഡാണ്. 5Gക്ക് എങ്ങനെയൊക്കെയാണ് അതിൽ ഹെൽപ്പ് ചെയ്യുക? ഇപ്പോൾ നിങ്ങളൊരു സ്ഥലത്ത് ചെന്ന് നിങ്ങളൊരു ലൈവ് ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ, ഒരു ഈവൻറ്റ് ലൈവായിട്ട് കവർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മൊബൈൽ നെറ്റ്വർക്കിൽ കൂടെ തന്നെ ഈ ഫീഡ് ഇമ്മീഡിയറ്റ്ലി അയച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ ക്യാൻ, ഇപ്പം അങ്ങനെ ലൈവ് എക്സ്പീരിയൻസസ് വരുന്നിടത്താണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് 5Gയുടെ ഉപയോഗം വരുന്നത്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ പെട്ടെന്ന് അയക്കണം. അന്നേരം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ ചെയ്യാനൊക്കെ 5G ഉപകാരപ്പെടും. കേരളീയർ എന്തായാലും 5Gയുടെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി കാത്തിരിക്കുകയാണ്. VIക്ക് നല്ല അനുഭവങ്ങൾ നൽകാൻ കഴിയട്ടെ. Thank you very much. And we also look forward to having a great journey on 5G in Kerala. Thank you very much. Thank you.